ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് യൂസ് ചെയ്യാൻ ഇപ്പോഴും പല ആൾക്കാർക്കും അറിയില്ല. അതിന് രണ്ട് തരം, അതിന് മൂർച്ചയുള്ള ഒരു സാധനമാണെന്ന് പറയാം. രണ്ടറ്റത്തും അതിന് നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, മോശമായിട്ടുള്ള രീതിയിൽ നമ്മൾ അറിയാതെ യൂസ് ആയിപ്പോകും. ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു സാലറിഡ് പേഴ്സന്റെ കയ്യിൽ എത്തുമ്പോൾ ഈ പറഞ്ഞിട്ട് 50 ദിവസത്തെ ഈ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ടായിരിക്കും, ഈ 50 ദിവസത്തെ ഗ്യാപ്പിന് വേണ്ടിയിട്ട് ഇയാൾ ക്രെഡിറ്റ് എടുക്കും. ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ റീപേയ്മെന്റ് കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ എത്ര ശതമാനം അറിയാം? 40% വരെയാണ് ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. എന്നാൽ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത് സിബിൽ സ്കോർ കൂട്ടാനും പേഴ്സണൽ ലോൺസിനൊക്കെ കിട്ടാനും നമുക്ക് ഒരുപാട് ഉപകരിക്കും. കാരണം ക്രെഡിറ്റ് സ്കോർ പെട്ടെന്ന് കൂട്ടണം. എന്ത് ചെയ്യണമെന്ന് നമ്മളൊരു ബാങ്ക് എക്സിക്യൂട്ടീവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ക്രെഡിറ്റ് കാർഡാണ്. കാരണം എന്താ വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ സിബിൽ സ്കോർ കൂടും. അവിടെ ഇപ്പൊ എന്റെ പല ഫ്രണ്ട്സ് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്, ക്രെഡിറ്റ് കാർഡ് എടുക്കും, 100% യൂട്ടിലൈസേഷൻ ഉപയോഗിക്കും. ഫണ്ട് 1 ലക്ഷം രൂപ ലിമിറ്റ് ഉണ്ടെങ്കിൽ 99,000 രൂപ അതിനകത്തൊന്ന് എടുത്തോളാം. അപ്പൊ അതാണ് പ്രശ്നം. എന്നിട്ട് വേറെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഇതിന്റെ ബില്ല് പേ ചെയ്യും. ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബാങ്കുകാർ പിന്നെയും വേറെ ബാങ്കുകാർ ഓഫർ ചെയ്ത് ക്രെഡിറ്റ് കാർഡ് കൊടുക്കും. ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഒരു ക്രെഡിറ്റ് കാർഡ് ബില്ലിനെ അടയ്ക്കാൻ വേറെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യും, എന്നിട്ട് വേറെ യൂസ് ചെയ്യും. അവസാനം ഈ ട്രാപ്പിൽ പെട്ടിട്ട് നമുക്ക് വലിയൊരു എമൗണ്ട് നഷ്ടത്തിലേക്ക് പോകും. അപ്പൊ അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇപ്പം ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ഓയിൽ അടിക്കാൻ പെട്രോളിനൊക്കെ ഒരുപാട് എക്സ്പെൻസ് കൂടുന്ന ഒരാളാണെങ്കിൽ അങ്ങനത്തെ കാർഡ്, ഇപ്പൊ ഇന്ത്യൻ ഓയിൽ ചില ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡിസ്കൗണ്ട് കിട്ടും, അതിന് നല്ല റിവാർഡ് കിട്ടും. എന്നാൽ അല്ലാതെ ഷോപ്പിംഗ് പർപ്പസ്, ചില ആൾക്കാർ ഷോപ്പിംഗ് പർപ്പസിനുള്ള സാധനം കൊണ്ട് പോയിട്ട് അവിടെ നമ്മളത് യൂസ് ചെയ്താൽ വലിയൊരു ഡിസ്കൗണ്ട് ഒന്നും അവിടെ കിട്ടത്തില്ല. പർപ്പസ്, ഓരോ പർപ്പസ് ഉണ്ട്, ഓരോ ക്രെഡിറ്റ് കാർഡിന് ഓരോ പർപ്പസ് ഉണ്ട്. അത് നോക്കിയിട്ട് വേണം നമ്മൾ അത് പർച്ചേസ് ചെയ്യാൻ. അല്ല, എന്നാലും അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ മറ്റെന്തെങ്കിലും ഹിഡൻ ത്രെട്ടുകളുണ്ടോ? ഹിഡൻ ത്രെട്ടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് പൈസ അടച്ചില്ലെങ്കിൽ അതിപ്പോ എന്താണെങ്കിലും പെട്രോൾ അടിക്കുകയല്ല, എന്ത് ചെയ്താലും നമുക്ക് പണി കിട്ടും. അതല്ല, ചാർജസ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡിലൊക്കെ നന്നായിട്ട് ഹിഡൻ ചാർജസ് ഉണ്ട് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഹിഡൻ ചാർജസ് ഉണ്ട്. അത് ബാങ്കിനും അറിയാം, നമുക്കറിയാവുന്ന എനിക്ക് അറിയത്തില്ല, എനിക്കറിയാം. അത്യാവശ്യം കുറച്ച് ആൾക്കാർ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. എങ്കിലും ആൾക്കാർ അത് മൈൻഡ് ചെയ്യാറില്ല. കാരണം ഈ പറഞ്ഞിട്ട് ഈ ഒരു ക്രെഡിറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ, ഈ ഒരു ഫെസിലിറ്റി കിട്ടുന്നത് കൊണ്ട് തന്നെ യൂസ് ചെയ്യും. ചാർജസ് എന്തായാലും ഉണ്ട്, ഒരു ഹിഡൻ ചാർജസ് എല്ലാത്തിലും ഉണ്ട്. യെസ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സിസ്റ്റത്തിനകത്ത് ഉൾപ്പെടുന്നതാണ്. അത് അങ്ങനെയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വെച്ചാൽ വൈസിലി, അതാ ഞാൻ പറഞ്ഞ, എടുക്കുന്ന കാർഡ് നമ്മുടെ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുമോ. അതുപോലെ തന്നെ കാർഡ് എടുക്കുമ്പോൾ അതിന്റെ 30 to 40% മാത്രം യൂട്ടിലൈസ് ചെയ്യുക. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഫണ്ട് അതിനകത്തൊന്നും എടുക്കരുത്. യൂട്ടിലൈസ് ചെയ്യാതെ ഇരിക്കരുത്. കാർഡ് എടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ക്യാൻസലും ചെയ്യരുത്. ഇതെല്ലാം നമ്മുടെ സിബിൽ സ്കോറിനെ ബാധിക്കും. ഒരു 30 to 40% യൂസ് ചെയ്യാം മന്ത്ലി. നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് വാങ്ങിക്കുക. അവിടെ ഒരു റിവാർഡ് പോയിന്റ് കിട്ടി, സിബിൽ സ്കോർ കൂടി, നമ്മൾ ബാങ്കുകാരുടെ മുന്നിൽ, ബാക്കിയുള്ളവരുടെ മുന്നിൽ നല്ലൊരു നമുക്ക് അവിടെ പോലെ ലോൺ കിട്ടും. യെസ്, അത്ര മാത്രം, അങ്ങനെയുള്ള ഇതായിട്ട് മാത്രം. അതായത് ഇപ്പോ 1 ലക്ഷം രൂപ ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ 30,000 അല്ലെങ്കിൽ 40,000 രൂപ വരെ എടുക്കാം. ഇത് ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ആൾക്കാരുടെ വിചാരം എത്രയാണോ ലിമിറ്റ്, എനിക്ക് അത്രയും ലിമിറ്റ് എടുക്കാം. അതെ, അങ്ങനെ കൂടുതൽ 90,000 എടുത്തു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിബിലിനെയും അതിൽ ബാധിക്കും. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റും കൂടും. അതെങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാതെ നമ്മൾ കറക്റ്റ് ആയിട്ട് പൈസ തിരിച്ചടയ്ക്കും? ഇല്ല,